തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഗൗരവമേറിയ അഴിമതി ആരോപണങ്ങളിലൊന്നായ ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി മോഷണ കേസ് സംസ്ഥാന രാഷ്ട്രീയത്തിലും ഭരണതലത്തിലും വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസുവിലേക്ക് അന്വേഷണം നീളുന്നതോടെ കേസ് കൂടുതൽ സങ്കീർണവും രാഷ്ട്രീയപരമായി ശ്രദ്ധേയമാകുന്നു. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ നടക്കുന്ന ഈ അന്വേഷണം ദേവസ്വം ബോർഡിന്റെ മുൻ ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെ പങ്ക് പൂർണ്ണമായി പുറത്തു കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് വിശ്വാസികളും പൊതുസമൂഹവും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനും CPM ബന്ധമുള്ള മുൻ നേതാവുമായ എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തതാണ് കേസിലെ ഏറ്റവും പുതിയ നിർണായകവുമായ വഴിത്തിരിവ്. മുൻ ജുഡീഷ്യൽ ഓഫീസർ എന്ന നിലയിലും ശബരിമല യുവതി പ്രവേശന വിവാദ സമയത്ത് സർക്കാരിനു വേണ്ടി നിർണായക ചരടുവലികൾ നടത്തിയ ദേവസ്വം കമ്മീഷണർ എന്ന നിലയിലും വാസുവിന്റെ ചോദ്യം ചെയ്യൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. SITയുടെ ചോദ്യം ചെയ്യലിൽ എൻ വാസു വിയർത്തൊലിക്കുകയും പലപ്പോഴും പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകുകയും ചെയ്തതായി റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു. ഇത് കേസിൽ അദ്ദേഹത്തിന് പങ്കുണ്ടെന്നോ അല്ലെങ്കിൽ ചില വസ്തുതകൾ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള സംശയങ്ങൾക്കും വഴിവെക്കുന്നു. കേസിൽ മൂന്നാം പ്രതിയായി അറസ്റ്റിലായ സുധീഷ് കുമാർ വാസു ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ PA ആയിരുന്നു. അദ്ദേഹം നൽകിയ മൊഴികളാണ് വാസുവിലേക്ക് അന്വേഷണം എത്തിച്ചത്. സുധീഷ് കുമാർ മൊഴി നൽകിയത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് എതിരാണെന്നാണ് സൂചന.